ഇതാണ് ഞങ്ങളൊരു ചെറിയൊരു ടൗണാണ് സ്കാർബോല. നടന്നു ഇവിടെ ഇപ്പൊ ക്രിസ്മസിന്റെ ഒരു സ്കാർബോ ലൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു പരിപാടി ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗായിട്ടാണ് ഇത്രയും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണം. രണ്ടായതുകൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ക്രിസ്മസിൻ്റെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട്. ഇവിടെ അടിപൊളിയാണോ കാണാനും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ ഉള്ള അത്യാവശ്യം നല്ല കുറച്ചു നേരം മുന്നേ വരെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു 5 മണി കഴിഞ്ഞ് ഇപ്പോഴേക്കും വിൻ്ററാണല്ലോ, എല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ കയറി തുടങ്ങി. ഇന്നലെ സ്പാർക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, അവിടെ പോയി കണ്ടു. ഇവിടെ ട്രീ ഒക്കെ വെച്ചിരുന്നു. ചെറിയ ട്രീ ആണ്, വലുതല്ല. ഇതിനുള്ളൊരു ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു കൂട് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കണേ. ചെറിയൊരു മ്യൂസിക് ഇങ്ങനെ സൗണ്ടൊക്കെ ആയിട്ട് വെച്ചേക്കണേ. നമുക്ക് അകത്ത് കയറിയിട്ടത് ഇങ്ങനെയുണ്ട് നോക്കാം. ഒരു ചെറിയൊരു മ്യൂസിക് ഉണ്ട്. കൂടാതെ ഒരു ലൈറ്റ് വന്നില്ലല്ലോ, ലൈറ്റ് വരണ്ടാണ്. ഇടയ്ക്കൊരു ലൈറ്റൊക്കെ വരും ഇവിടെ. നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം മുന്നേ ഇവിടെ കയറിയായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ പുതിയ ഒരു ഹോട്ട് വീൽസ് വാങ്ങിച്ചിട്ടുണ്ട്. മസ്തയുടെ മോഡൽ MSX5. കൂടുതൽ ഹോട്ട് വീൽസ് ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങാൻ ഇതൊരു 3 വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ ഇട്ടിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടുതന്നെ ഭയങ്കര കളക്ഷനാണ് ഹോട്ട് വീൽസിൻ്റെ. ചെറുതട്ടോ, ഭയങ്കര വലുതല്ല, ചെറുത്. എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങാം പതുക്കെ. പിന്നെ ഇനി പോണത് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരു നല്ല ഭംഗിയിലുള്ളൊരു യെല്ലോ കളറായിട്ടുള്ള ഒരു ഇതാണ്. അത് നല്ല രസമാണ്. അതിന് വേണ്ടി കുറേ പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കാർബൺ ലൈറ്റ് എഴുതിയിട്ട് ഒരു ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാൻ നേരത്തെ ഒരു ക്യാസ്റ്റിലുണ്ട്, അവിടെ ലൈറ്റൊക്കെ ഇട്ടുണ്ട്. പക്ഷെ ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് പോക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവര് ഞങ്ങൾ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് സഹായിച്ചായിരുന്നു. അവർ ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഫോട്ടോ എടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾക്കൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫാമിലിക്ക് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ കുറച്ച് അലങ്കരിക്കും. അത് പിന്നെ ഇവിടെ നെക്സ്റ്റിൻ്റെ ഇതൊരു ചെറിയൊരു മാളാണ്, ബ്രോൺസ്വിക് മാൾ എന്ന് പറഞ്ഞത്. അവിടെയൊക്കെ നല്ലോണം ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചാണ്. ലൈറ്റ് കാര്യമില്ല, എന്നാലും നല്ല രസമാണ്. നമ്മളെ നാട്ടിൽ വെച്ച് നോക്കാൻ നേരം നമ്മളവിടെ നൈറ്റ് ലൈഫ് അത്യാവശ്യമുണ്ട്. പക്ഷേ ഇന്ത്യയിൽ പൊതുവെ നൈറ്റ് ലൈഫ് അത്രയും ഇതില്ലെങ്കിലും നമുക്ക് രാത്രി പുറത്തിറങ്ങിയിട്ട്
ടൗണില്ല, അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. JD, സൂപ്പർ ബുക്സ്, ബൂട്ട്സ്, സേവേഴ്സ്, ഇവിടുന്ന് നേരെ നോക്കാൻ നേരത്ത് കാണുന്നത് ഒരു ക്യാസ്റ്റിലാണ്. അവിടെ ചെറുതായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ഒരു ബ്ലൂ കളർ കാണുന്നുണ്ട്. ആ ബ്ലൂ കളർ കാണുന്ന സ്ഥലത്ത് ഒരു ക്യാസ്റ്റിലുണ്ട്. അതൊരു ചെറിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് ആ ക്യാസ്റ്റിൽ നിൽക്കുന്നത്. അവിടെ നല്ല ഭംഗിയാണ്. അതൊരു 70,000 ആ ടൈമിൽ പണിതൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ടൊരു ഒരു സംഭവത്തിൻ്റെ പുറത്ത് അത് പൊളിക്കുകയൊക്കെ ചെയ്തു. അതിലൊരു കുറച്ച് അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ അവിടെ ടിക്കറ്റ് ഉണ്ട് കയറണേ. ഒരാൾക്ക് 12-11 ഉണ്ട്. പക്ഷെ അത് നല്ല മനോഹരമാണ്. ആ ഒരു ദിവസം നമുക്ക് അങ്ങോട്ട് കയറാം. നമുക്ക് കുറേ സ്ഥലത്ത് കാണാനുണ്ട്. അവിടെ ഒരു ദിവസം പോകണം. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ 2 തവണ പോയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ പോയിട്ടുണ്ട്. ഫ്രണ്ട്സൊക്കെ വരാറുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ഫ്രണ്ട്സാണ് അവർ വന്നപ്പോൾ അവരൊപ്പം പോയി. നല്ല അടിപൊളിയാണ്. സ്കാർബോ കുറച്ച് നല്ലൊരു സ്ഥലമാണ്. കുറച്ച് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഒരു ഹോളിഡേയ്സൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയൊരു ടൗൺ കാണിക്കാനായിട്ടുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.